ശക്തമായ മാനസികാവസ്ഥ എങ്ങനെ വികസിപ്പിക്കാം? വെല്ലുവിളി നിറഞ്ഞ ജോലികൾ സ്ഥിരമായി തിരഞ്ഞെടുക്കുക. പരാജയം പഠിക്കാനും വളരാനുമുള്ള അവസരമായി സ്വീകരിക്കുക. പരിശീലനത്തിലൂടെ നിങ്ങൾ ആത്മവിശ്വാസം വളർത്തുകയും ഭയത്തെ പുരോഗതിയിലേക്ക് മാറ്റുകയും ചെയ്യും. തടസ്സങ്ങളെ മറികടക്കാനുള്ള വിദ്യ അല്ലെങ്കിൽ ദ ഒബ്സ്റ്റാക്കിൾ റീഫ്രെയിമിംഗ് ടെക്നിക്. അയ്യോ പ്രയാസം എന്ന മനോഭാവത്തിൽ നിന്ന് പോരാട്ടത്തിന് തയ്യാറാണ് എന്ന നിലയിലേക്ക് മാറാൻ പഠിക്കുക. വെല്ലുവിളി തിരിച്ചറിയുക. നിങ്ങളുടെ വികാരങ്ങൾ അംഗീകരിക്കുക. ചോദിക്കുക, എനിക്ക് എന്ത് പഠിക്കാനാകും? വിജയം ദൃശ്യവൽക്കരിക്കുക. സമയവും പ്രയത്നവും സമർപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുക. ഉപേക്ഷിക്കരുത്. ഒഴിവുകഴിവുകൾ പറയുന്നത് നിർത്തുക. ഐൻസ്റ്റീനെ പോലെ കൂടുതൽ നേരം പ്രശ്നങ്ങളിൽ പറ്റി നിൽക്കുന്നതിലൂടെയാണ് വിജയം. നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുക. കരിയർ വളർച്ചയ്ക്കായി നെഗറ്റീവ് ചിന്തകൾ തടയുക. 24 മണിക്കൂർ നിയമം. തിരിച്ചടി അംഗീകരിക്കുക. നിരാശ അനുഭവിക്കുക. ഒരു ടൈമർ സജ്ജമാക്കുക. ഈ വികാരങ്ങൾക്ക് 24 മണിക്കൂർ അനുവദിക്കുക. പ്രതിഫലിപ്പിക്കുക. പഠിക്കുക. അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ തിരിച്ചറിവ് ആസൂത്രണം ചെയ്യുക. 24 മണിക്കൂറിന് ശേഷം പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുക. നിങ്ങളുടെ മസ്തിഷ്കം ഒരു പേശി പോലെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് പരിശീലിപ്പിക്കാൻ കഴിയും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഏത് പ്രായത്തിലും മസ്തിഷ്കം മെച്ചപ്പെടുമെന്ന് കാണിക്കുന്നു. പേശികളെ പോലെ വെല്ലുവിളിയിലൂടെയും പരിശീലനത്തിലൂടെയും അത് ശക്തമാകുന്നു. 1% റൂൾ അല്ലെങ്കിൽ 1% നിയമം ചെറിയ ദൈനംദിന മെച്ചപ്പെടുത്തലുകളോടെ വളർച്ചയും മാനസിക ശക്തിയും വർദ്ധിപ്പിക്കുന്നു. ഒരു കഴിവ് തിരഞ്ഞെടുക്കുക. എല്ലാ ദിവസവും പരിശീലിക്കുക. പ്രതിദിനം 1% മാത്രം മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുക. പ്രതിമാസ അവലോകനം. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ഒരു പുതിയ വൈദഗ്ധ്യം നേടിയെടുക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുക. ഒരു പുതിയ കഴിവ് വളർത്താൻ സമയമെടുക്കും. പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൂർണ്ണതയിലല്ല. പതിവായി പരിശീലിക്കുക. ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾ വളർച്ച കാണും. പ്രാക്ടീസ് നിയമങ്ങൾ. മാറ്റം അംഗീകരിക്കുക. നിങ്ങൾ ആദ്യം മുതൽ ആരംഭിക്കുകയാണെന്ന് അംഗീകരിക്കുക. ഒരു ദിനചര്യ ക്രമീകരിക്കുക. പരിശീലനത്തിനായി ദിവസവും ഒരു സമയം നീക്കിവെക്കുക. പ്രതിഫലിപ്പിക്കുക. പഠിക്കുക. ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് മെച്ചപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയുക. പുരോഗതി ആഘോഷിക്കുക. എത്ര മന്ദഗതിയിലായാലും നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുക. തുടരുക. ഉപേക്ഷിക്കരുത്. ക്രമാനുഗതമായ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വയം പരിചരിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ പരാജയങ്ങൾ ആഘോഷിക്കുക. സ്വയം പരിചരണം എന്നാൽ പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും അവയെ ശക്തിയായി മാറ്റുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ട്രിഗറുകൾ മനസ്സിലാക്കുകയും വളർച്ചയുടെ മാനസികാവസ്ഥ സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്വയം സംശയവും ഭയവും തിരിച്ചറിയുക. തുടർന്ന് വളർച്ചയുടെ മാനസികാവസ്ഥയിലേക്ക് മാറുക. സമയം നിശ്ചയിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും 15 തൊട്ട് 30 മിനിറ്റ് വരെ സമയം ചിലവഴിക്കുക. പരാജയങ്ങൾ പട്ടികപ്പെടുത്തുക. ആഴ്ചയിലെ തിരിച്ചടികൾ എഴുതുക. പാഠങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ പഠിച്ചത് ശ്രദ്ധിക്കുക. വളർച്ച ആഘോഷിക്കുക. ഹൈഫൈ, നൃത്തം അല്ലെങ്കിൽ രസകരമായ എന്തെങ്കിലും. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. അടുത്ത ആഴ്ച മെച്ചപ്പെടുത്താൻ സ്ഥിതിവിവരക്കണക്കുകൾ ഉപയോഗിക്കുക.
ഒരു ഉറ്റ ചങ്ങാതിയെപ്പോലെ സ്വയം സംസാരിക്കുക. ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്ന പോസിറ്റീവായ സ്വയം സംസാരം മാനസിക ശക്തിയും സഹിഷ്ണുതയും ഉണ്ടാക്കുന്നു. സ്ക്രിപ്റ്റ് ഫ്ലിപ്പ് ടെക്നിക്. നിങ്ങളുടെ ആന്തരിക വിമർശകനെ മനസ്സിലാക്കുക. സ്വയം സംശയം ശ്രദ്ധിക്കുക. താൽക്കാലികമായി നിർത്തി ചിന്തിക്കുക. ചിന്തയെ പുനർനിർമ്മിക്കുക. അതിനെ പോസിറ്റീവാക്കി മാറ്റുക. ദിവസവും പരിശീലിക്കുക. നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുക. നെഗറ്റീവ് എനർജിയെ നേരിടാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? മികച്ച പ്രകടനം നടത്തുന്നവർ നിഷേധാത്മക ചിന്തകളെ വെറും ചിന്തകളായി തിരിച്ചറിയുന്നു. വസ്തുതകളല്ല അവർ അവയുമായി ബന്ധപ്പെടുത്തുന്നില്ല. പുതിയ കാഴ്ചപ്പാടിൽ നിന്ന് സാഹചര്യങ്ങൾ കാണാൻ അവരെ അനുവദിക്കുന്നു. ഊർജ ഓഡിറ്റ് സാങ്കേതിക വിദ്യ. ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുക. ഓരോന്നും നിങ്ങളുടെ ഊർജത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തുക. എനർജി ബൂസ്റ്ററുകളും ഡ്രെയിനുകളും കണ്ടെത്താൻ പാറ്റേണുകൾ പുതുക്കുക. നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. നിങ്ങളെ ഊറ്റിയെടുക്കുന്നതിൽ കുറവ് ചെയ്യുക. ഊർജം ചോർത്തുന്ന കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുക. 5 സർക്കിൾ റൂൾ. 5-ന്റെ സർക്കിൾ നിയമം. നിങ്ങളുടെ സർക്കിൾ വിലയിരുത്തുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 ആളുകളുടെ ലിസ്റ്റ് എടുക്കുക. അവരുടെ സ്വാധീനം വിലയിരുത്തുക. അവ നിങ്ങളുടെ മാനസികാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പ്രതിഫലിക്കുക. വളർച്ച ഉത്തേജകങ്ങളെ തിരിച്ചറിയുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരെ തിരിച്ചറിയുക. പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. നല്ല സ്വാധീനങ്ങളോടെ കൂടുതൽ സമയം ചെലവഴിക്കുക. ക്രമാനുഗതമായ ഷിഫ്റ്റുകൾ. നെഗറ്റീവ് സ്വാധീനങ്ങളുടെ സമയം കുറയ്ക്കുക. നിങ്ങളുടെ വളർച്ചയെ വെല്ലുവിളിക്കുകയും പ്രചോദിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായി സഹകരിക്കുക. നിങ്ങളുടെ മാനസികാവസ്ഥയും പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുന്നു.